ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ കയ്യിലുള്ള ബിഗോണിയ വെറൈറ്റികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരുപാട് ബിഗോണിയ ചെടികളൊന്നുമില്ല, ഏകദേശം ഒരു 6ഓളം വെറൈറ്റികൾ മാത്രമാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അതിൻ്റെ പരിചരണത്തെക്കുറിച്ചും വളപ്രയോഗത്തെക്കുറിച്ചൊക്കെ ഞാനിന്ന് പറയാം. അതുപോലെ ഇന്നും എൻ്റെ തോട്ടത്തിൽ നന്നായി പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട്. എല്ലാ പൂച്ചെടികളിലും നിറയെ പൂക്കൾ ഉണ്ടാകുന്ന കാലം തന്നെയാണ്. അപ്പോൾ ആ പൂക്കളും കൂടെ നമുക്കൊന്ന് കാണാം. ആദ്യം നമുക്ക് ബിഗോണിയ പ്ലാന്റ്സിനെ എല്ലാം ഒന്ന് കാണാം. സിറ്റ് ഔട്ടിൽ ഞാൻ ഒരുപാട് വെറൈറ്റി ചെടികൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ രണ്ട് സൈഡിലും ഓരോ ചട്ടിയിൽ ഈ ഒരു പ്ലാന്റാണ് വെച്ചിട്ടുള്ളത്. ഇത് ബിഗോണിയയുടെ റെക്സ് ബിഗോണിയ വിഭാഗത്തിൽ വരുന്നൊരു ചെടിയാണ് കേട്ടോ. ഇത് ഒരു സിൽവർ റെക്സ് ബിഗോണിയ ആണ് ഇതിനെ വിളിക്കാറുള്ളത്. സിൽവർ കളറിലാണ് അതിൻ്റെ ലീവ്സ് വരുന്നത്. അപ്പോൾ കണ്ടോ, ഇതുപോലെ ഒരുപാട് ചെടികൾ ഇങ്ങനെ സിറ്റ് ഔട്ടിൻ്റെ താഴെയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ ഒരറ്റത്തായിട്ട് മറ്റൊരു ചെടിയും കൂടെ ഉണ്ട്. ഞാനിപ്പോൾ നേരത്തെ കാണിച്ചത് വേറൊരു ചട്ടിയിൽ വെച്ചിട്ടുള്ളതായിരുന്നു. ഇതുപോലുള്ള സെയിം ബിഗോണിയ രണ്ട് ചട്ടിയിലായിട്ട് രണ്ട് സൈഡിലായിട്ടാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. ചെടികളുള്ള പല വീടുകളിലും ഞാൻ പോകുമ്പോൾ അവിടെ 2-3 വെറൈറ്റിയെങ്കിലും ബിഗോണിയ പ്ലാന്റ്സ് കാണാറുണ്ട്. മെയിനായിട്ട് ഇതിൻ്റെ ലീവ്സ് കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ കുലകുലയായിട്ടുള്ള പൂക്കളും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവർക്കും ഇഷ്ടമുള്ള ഒരു ചെടിയാണ്. ഗാർഡനിൽ എല്ലാവരും വളർത്താൻ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയും കൂടിയാണ് ബിഗോണിയ. ബിഗോണിയ പ്ലാന്റ്സ് ശരിക്കും ഒരു 1500 സ്പീഷീസ് എങ്കിലും ഉണ്ടെന്നാണ് കേട്ടോ പറയണത്. അതിൽ തന്നെ ഹൈബ്രിഡ് വെറൈറ്റികൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നതിലധികവും ഇങ്ങനെയുള്ള ഹൈബ്രിഡ് വെറൈറ്റികൾ തന്നെയാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ അടിഭാഗം കണ്ടോ, ലീവ്സിൻ്റെ അടിഭാഗം നല്ല ഡാർക്ക് പിങ്ക് കളറിലാണ് വരുന്നത്. പക്ഷെ അതിൻ്റെ മേൽഭാഗം വരുന്നത് ഒരു സിൽവറും പിങ്കും കലർന്നിട്ടുള്ള ഒരു കളറിലാണ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. ഒരുപാട് ഇലകൾ വന്നിട്ട് നല്ല തിക്കായിട്ട് ചട്ടിയിൽ നിൽക്കും. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അപ്പോൾ ഞാനിത് ഈ ഒരു ചട്ടിയാണ് എൻ്റെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്നത്. ഇതിൽ നിന്നും ഒരു തണ്ട് മുറിച്ച് നട്ടിട്ടാണ് മറ്റേ ഒരു ചെടിയും കൂടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ 3 ടൈപ്പ് ബിഗോണിയ പ്ലാന്റ്സ് ആണ് ഉള്ളത്. അതിൽ ബിഗോണിയ റെക്സിൽ വരുന്നൊരു ചെടിയാണ് കേട്ടോ ഇത്. അതുപോലെ ഈ ഒരു ചെടി നോക്കിയേ, ഇതിൻ്റെ ഈ കളറൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ. ഇത് ബിഗോണിയ റെക്സിൽ തന്നെ വരുന്ന മറ്റൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ലീവ്സ് വരുന്നത് ഒരു സ്റ്റാർ ഷേപ്പിലാണ്. അപ്പോൾ ഇതിന് സ്റ്റാർ ലീഫ് ബിഗോണിയ എന്നും വിളിക്കാറുണ്ട് കേട്ടോ ഇതിനെ. പിന്നെ ഇതിനെ ഈ ഒരു കളറിൻ്റെ ബേസിൽ ബിഗോണിയ റെക്സ് ലൈം എന്നും വിളിക്കാറുണ്ട്. നല്ല ഡാർക്ക് ഗ്രീനിൽ വന്നിട്ട് സൈഡിലേക്ക് നല്ല ബ്ലാക്ക് കളറിലാണ് വരുന്നത് ലീവ്സ്. ആ ഒരു കളർ കോമ്പിനേഷൻ തന്നെ അതിന് നല്ലൊരു ഭംഗി കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ള 3ാമത്തെ വെറൈറ്റി ഈ ഒരു പ്ലാന്റാണ്. ഇതും റെക്സ് ബിഗോണിയയിൽ തന്നെ വരുന്നതാണ്. ഇതിന് ബ്ലാക്ക് കളറിലാണ് കേട്ടോ ഇത് വരുന്നത്. ഇതിൻ്റെ ലീവ്സ് ബ്ലാക്ക് കളറിൽ വരുന്നത് കൊണ്ട് തന്നെ ബിഗോണിയ റെക്സ് ബ്ലാക്ക് എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. നല്ല ഹെയറി ആയിട്ടുള്ള ലീവ്സാണ് കേട്ടോ ഇതിൽ വരുന്നത്. അതുപോലെ ഈ ബിഗോണിയ പ്ലാന്റ്സിൻ്റെ തണ്ടിലെല്ലാം നിറയെ ഹെയേഴ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. ബിഗോണിയ പ്ലാന്റ്സ് 3 തരം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒന്ന് കെയിൻ ബിഗോണിയ, രണ്ടാമത്തേതാണ് റെക്സ് ബിഗോണിയ, 3ാമത് വരുന്നത് വാക്സ് ബിഗോണിയാണ്. വാക്സ് ബിഗോണിയ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും, നിറയെ പൂക്കളൊക്കെ ആയിട്ട്. അതിൻ്റെ ഇല ശരിക്കും വാക്സ് പോലെയാണ് കേട്ടോ കാണുമ്പോൾ. അപ്പോൾ ഇത് വരുന്നത് റെക്സ് ബിഗോണിയയിൽ തന്നെ ബ്ലാക്കാണ്. ഈ ഒരു കളർ നോക്കിയേ, നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇതിലിങ്ങനെ നിറയെ ഇലകൾ വന്നിട്ട് ആ ചട്ടി നമുക്ക് കാണാൻ പറ്റില്ല, അത്രയും തിക്കായിട്ട് ഇലകൾ വരും. നല്ല ഭംഗിയാണ്. ഒരൊറ്റ ചെടി ഉണ്ടെങ്കിൽ തന്നെ നല്ലൊരു അട്രാക്ഷൻ കൊടുക്കുന്നുണ്ട് കേട്ടോ ഗാർഡന്. അങ്ങനെയുള്ളൊരു ചെടിയാണത്. അടുത്തത് വരുന്നത് ഈ ഒരു പ്ലാന്റാണ്. ഇതും റെക്സ് ബിഗോണിയയിൽ തന്നെ വരുന്ന ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ പേര് വരുന്നത് ബിഗോണിയ മാനോസ് എന്നാണ്. ഇതിനെ സാധാരണ വിളിക്കാറുള്ളത് ബിഗോണിയ മാനോസ് എന്നാണ്. വളരെ കളർഫുള്ളായിട്ടുള്ള ഫ്ലഷി ആയിട്ടുള്ള ലീവ്സാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത. ഇതുപോലെ വൈറ്റ് കളറിലുള്ള പൂക്കളും ഉണ്ടാവാറുണ്ട്. പൂക്കളേക്കാൾ ഉപരിയായിട്ട് അതിൻ്റെ ഇലകൾ തന്നെയാണ് അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത്.
കണ്ടോ? ഇതിൽ ഈ ഒരു പ്ലാന്റിൽ കുറേ നാളായി ഈ ഒരു പ്ലാന്റ് ഉണ്ട്. പക്ഷേ ഒരുപാട് ഇലകൾ ഇങ്ങനെ പുറത്തേക്ക് വരില്ല കേട്ടോ. ഇടയ്ക്ക് മാത്രം ഓരോ തണ്ടുകളായിട്ട് ഇങ്ങനെ വരുള്ളൂ. ആ ചട്ടിയിൽ തന്നെ നിൽക്കുന്ന രീതിയിലാണ് അതിൻ്റെ ലീവ്സ് കൂടുതലും വരുന്നത്. മറ്റുള്ള ബിഗോണിയകളിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ചെടിയാണ്. മറ്റുള്ള ചെടികളിലൊക്കെ ഇലകൾ നല്ല നീളത്തിൽ തണ്ടോട് കൂടിയിട്ടാണ് വരുന്നത്. ഇതിൽ ഇലകൾ അധികം നീളത്തിലല്ല വരുന്നത്. ആ ചട്ടിയിൽ തന്നെ തിങ്ങി നിറഞ്ഞിട്ടാണ് ഇലകൾ വരുന്നത്. പിന്നെ ഇതുപോലെ ബ്രാഞ്ചസ് വന്നിട്ട് അതിൻ്റെ അറ്റത്തും ഇലകൾ കാണുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ കട്ടിങ്സ് ഇതുപോലെ എടുത്തിട്ട് മറ്റ് ചട്ടികളിൽ വളർത്താം. അതുപോലെ ഇലകൾ മുറിച്ച് നട്ടാൽ പോലും വളരുന്ന ഒരു ചെടിയാണ് കേട്ടോ ബിഗോണിയ. പല പ്ലാന്റ്സിലും ഇലകൾ വെറുതെ നട്ട് കൊടുത്താൽ പോലും അതിൽ നിന്ന് നമുക്ക് പുതിയ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ബിഗോണിയ പ്ലാന്റ് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡയറക്റ്റ് സൺലൈറ്റ് ഇതിന് അധികം നല്ലതല്ല. ഇലകളൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു പാർഷ്യലി ലൈറ്റ് കിട്ടുന്ന രീതിയിൽ ഇത് വളർത്തുന്നതാണ് നല്ലത്. അടുത്ത ബിഗോണിയ വെറൈറ്റി ഈ കാണുന്നതാണ്. നല്ല ഭംഗിയുള്ള ചുവന്ന പൂക്കൾ വരുന്ന ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് കേട്ടോ. അതിൻ്റെ ലീവ്സ് വരുന്നത് നല്ല ഗ്രീൻ കളറിലാണ്. ഇത് കെയിൻ ബിഗോണിയയിൽ വരുന്നൊരു വെറൈറ്റിയാണ്. കെയിൻ ബിഗോണിയ എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ ചൂരൽ പോലെ ഉള്ളു പൊള്ളയായിട്ടുള്ള തണ്ടുകളാണ് കേട്ടോ അതിന് വരുന്നത്. അങ്ങനെയുള്ള ബിഗോണിയ പ്ലാന്റ്സിനെയാണ് കെയിൻ ബിഗോണിയ വിഭാഗത്തിൽ പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ തണ്ടുകൾ അതുപോലെ നീളത്തിലാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇതിൻ്റെ ലീവ്സ് നല്ല ഗ്രീൻ കളറിലാണെന്ന് പറഞ്ഞല്ലോ. ഇതുപോലെ റെഡ് കളറിലുള്ള പൂക്കൾ കൂലകൂലയായിട്ട് ഉണ്ടാവാറുണ്ട്. അത് നട്ടിട്ട് ഇപ്പോൾ കുറച്ച് കാലമായിട്ടുള്ളൂ. കണ്ടാൽ തന്നെ അറിയാം ചെറിയൊരു പ്ലാന്റാണ് കേട്ടോ. അതിൻ്റെ മദർ പ്ലാന്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് മഴയത്ത് മുഴുവനായി നശിച്ചു പോയി. അതിൻ്റെ ഒരു കട്ടിങ് വെച്ചിപ്പോൾ പുതിയൊരു പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കുന്നതാണ് അത്. ഇത് ഞാൻ നേരത്തെ കാണിച്ച പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഇത് റെക്സ് ബിഗോണിയയിൽ വരുന്ന ബ്ലാക്ക് വെറൈറ്റിയാണ്. ഇതിൻ്റെ ലീവ്സ് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ നല്ല ബ്ലാക്ക് കളറിലാണ് വരുന്നത്. അതിൻ്റെ സെൻറ്ററിലായിട്ടൊരു ഗ്രീൻ കളർ പോലെ കണ്ടോ? അതൊക്കെ അതിന് ഒരു പ്രത്യേക ഭംഗി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഒരു ചട്ടി നിറഞ്ഞ് നിൽക്കുന്നത് കാണാൻ ആർക്കും ഇഷ്ടമില്ലാണ്ടിരിക്കുക. നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ? അതുപോലെ തന്നെ ഈ ഒരു കളർ കോമ്പിനേഷനും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ബിഗോണിയാണ് കേട്ടോ. ഇത് നല്ല ഗ്രീനിഷ് ബ്ലാക്കിലാണ് അത് വരുന്നത്. നല്ല സ്റ്റാർ ഷേപ്പിലാണ് അതിൻ്റെ ലീവ്സ് വരുന്നത്. ബിഗോണിയ പ്ലാന്റ്സിന് നമ്മൾ എപ്പോഴും നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിലെ വെള്ളം മണ്ണിന് നനവ് കുറയുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. കൂടുതൽ വെള്ളം കെട്ടിക്കിടന്നാലും ഇതിൻ്റെ വേരുകളൊക്കെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. വളരെ ഫ്ലഷി ആയിട്ടുള്ള സ്റ്റെമ്മും റൂട്ട്സൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ. അതുകൊണ്ട് തന്നെ കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് ഇതിനൊട്ടും നല്ലതല്ല. നോക്കിയാൽ അതിൻ്റെ പുതിയ സ്റ്റെമ്മൊക്കെ വരുന്നത് കണ്ടോ? വളരെ ഹെയറി ആയിട്ടാണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ. വളരെ ഫ്ലഷി ആയിട്ട് ഹെയറി ആയിട്ടാണ് അതിൻ്റെ സ്റ്റെമ്മൊക്കെ വരുന്നത്. കണ്ടോ? നല്ല ഭംഗിയുള്ള വലിയ ലീവ്സാണ് കേട്ടോ ഈ ഒരു ചെടിയിൽ വരുന്നത്. പുതിയ ലീഫ് വരുന്നത് കണ്ടോ? നല്ല ഒരു വെൽവെറ്റ് പോലെയാണ് അതിൻ്റെ കാണുമ്പോൾ നമുക്ക് തോന്നുക. ഒരു പിങ്കിഷ് കളറിലാണ് പുതിയ ലീഫ് വരുന്നത്. അത് വളർന്ന് വലുതാവുമ്പോൾ ഇതുപോലെ നല്ല ഗ്രീൻ കളറിലായിട്ട് മാറും. ഇത് ഞാൻ ആദ്യം കാണിച്ച ബ്ലാക്ക് വെറൈറ്റിയുടെ ചെറിയ തണ്ടാണ് കേട്ടോ കാണുന്നത്. അതിലും നോക്കിയേ, അതിലൊരു വലിയൊരു സ്റ്റെമ്മ് വന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെ തുരുതുരാ ലീവ്സ് ഇങ്ങനെ വന്നിരിക്കുകയാണ്. അങ്ങനെ അതൊരു ചട്ടി നിറച്ചും അതിൻ്റെ ലീവ്സ് 2-3 സ്റ്റെമ്മ് വലിയ സ്റ്റെമ്മ് വന്നിട്ട് അതിൽ നിറയെ ലീവ്സ് ഇതുപോലെ വന്നിട്ടാണ് കേട്ടോ നിൽക്കണത്. കണ്ടോ? നിറയെ ലീവ്സാണ്, കൂടുതലും ലീവ്സാണ് അതിൽ കാണുന്നത്. ആ അടിയിൽ നല്ല കട്ടിയിൽ കാണുന്നതാണ് അതിൻ്റെ സ്റ്റെമ്മ്. അതിൻ്റെ മേലേക്ക് നിറയെ ലീവ്സ് വന്നിട്ട് ഇതുപോലെ തിക്കായിട്ട് വരും. ചെടി നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിറയെ ഹോളുകളൊക്കെ ഉള്ള നന്നായി വെള്ളം കെട്ടി നിൽക്കാതെ വെള്ളം വാർന്നു പോകുന്ന ചട്ടികളാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ നമുക്ക് ചകിരിച്ചോറൊക്കെ ഇതിൻ്റെ പോട്ടി മിക്സായിട്ട് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം അതൊരു ചെറിയ ഈർപ്പം നിലനിർത്തും. ഇത് വളരെ ഫ്ലഷി ആയതുകൊണ്ട് തന്നെ ഇതിന് ഈർപ്പം എപ്പോഴും അത്യാവശ്യമാണ്. തീരെ
വെള്ളം ഇല്ലാത്തൊരവസ്ഥ വരരുത്. അതുപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കാനും പാടില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ വേരുകൾ നശിച്ചു പോകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ഇലകൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നല്ല വെയിലത്ത് വെച്ചാൽ. ഇപ്പോൾ ഈ ചെടിക്ക് തന്നെ നോക്കിയാൽ അറിയാം, ഇത് അത്യാവശ്യം വെയിൽ തട്ടുന്നുണ്ടായിരുന്നു. ഞാൻ സിറ്റ് ഔട്ടിൻ്റെ സൈഡിലാണ് വെച്ചിട്ടുള്ളത്. പക്ഷേ രാവിലത്തെ വെയിൽ നല്ലപോലെ തട്ടുന്നതുകൊണ്ട് ഇതിൻ്റെ ഇലകൾക്കൊക്കെ ചെറിയൊരു ഡാമേജ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നല്ല ബ്രൈറ്റ് ലൈറ്റ് ഡയറക്റ്റ് കിട്ടുന്നിടത്ത് വെക്കാണ്ടിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. പിന്നെ ആഴ്ചയിൽ ഒരിക്കലൊക്കെ വളപ്രയോഗം നടത്തുന്നത് നല്ലതാണ്. തിക്കായിട്ട് ഇലകൾ വരുന്നതിന് അത് സഹായിക്കും. ആഴ്ചയിലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴായാലും എന്തെങ്കിലും വളം ഇട്ട് കൊടുത്താൽ മതി. ഞാനിതിന് സാധാരണയായിട്ട് NPK വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാറാണ് കേട്ടോ പതിവ്. പിന്നെ കപ്പലണ്ടി പിണ്ണാക്ക് വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ തെളി ഊറ്റിയെടുത്ത് അത് നന്നായിട്ട് നേർപ്പിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഡയറക്റ്റ് ഒഴിച്ചു കൊടുത്താൽ ചെടി പെട്ടെന്ന് ഉണങ്ങിപ്പോവും. അതുകൊണ്ട് തന്നെ വളരെയധികം നേർപ്പിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ നന്നായിട്ട് ഇലകൾ വരും, നല്ല തിക്കായിട്ട് ചെടി വളരും കേട്ടോ. ഈ ഒരു പ്ലാന്റിൽ കണ്ടോ, വളരെ തിക്കായിട്ടാണ് ലീവ്സ് വന്നിട്ടുള്ളത്. ഇതിലിപ്പോൾ നിറയെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിറയെ ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. ചില ബിഗോണിയ പ്ലാന്റ്സിൻ്റെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ്. അത് കൂടുതലും ബാക്സ് ബിഗോണിയയിലാണ് നല്ല ഭംഗിയുള്ള കളർഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് വരുന്നത്. ഇതിലിപ്പോൾ ഈ ഒരു വൈറ്റ് കളറിലുള്ള ഫ്ലവേഴ്സാണ്. കോമൺ ആയിട്ട് റെക്സ് ബിഗോണിയയിൽ മിക്കതിലും ഈ ഒരു കളറിലുള്ള പൂക്കൾ തന്നെയാണ് കാണാറുള്ളത്. ഈ ഒരു ചെടി വളർത്താൻ നമുക്ക് വളരെ ഈസിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാത്തിടത്ത് വെക്കണം. അതുപോലെ ചെടിക്ക് വെള്ളം കൊടുക്കുമ്പോഴും ഓവറാവാൻ പാടില്ല, അത് മാത്രമേ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. അതുപോലെ ഒട്ടും വെള്ളം കിട്ടാത്തൊരവസ്ഥയും വരരുത്. ഈ 2 കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലീവ്സാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗാർഡന് മാറ്റുകൂട്ടുന്നൊരു ചെടി തന്നെയാണ് കേട്ടോ ബിഗോണിയ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള ബിഗോണിയ പ്ലാന്റ്സ്. വേറെ ചില വെറൈറ്റികളും കൂടെ ഞാൻ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പിടിച്ചു വരുന്നുള്ളൂ, ചെറിയ കട്ടിങ്സ് നട്ടിട്ടുള്ളൂ. അപ്പോൾ ഈ ചെടികളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതിലിനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട. ഇതിൻ്റെ വളപ്രയോഗത്തിനെ കുറിച്ചോ കെയറിങ്ങിനെ കുറിച്ചോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പം നമുക്ക് എൻ്റെ പൂത്തു നിൽക്കുന്ന ചെടികളൊക്കെ ഒന്ന് കണ്ടാലോ?
കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയി, ആ ബ്രാഞ്ചസൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ പുതിയ ബ്രാഞ്ചസ് വന്നിട്ട് നിറയെ പൂക്കളായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ എൻ്റെ ചെടികളും പൂക്കളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.